ഹായ് ഹലോ വേൾഡ് മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പം നമ്മളിന്ന് കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. അപ്പം നമുക്കിന്ന് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്റർ നോക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ബോർ ആറ്റം മോഡൽ വെച്ചിട്ടാണ്. അതിനു മുന്നേ നമുക്കറിയാം തോമസൻസ് മോഡൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് റൂദർഫോർഡിൻ്റെ മോഡൽ ഉണ്ടായിരുന്നു. റൂദർഫോർഡാണ് ഒരു അത്യാവശ്യം ഒരു നിലയിലുള്ളൊരു മോഡൽ പറഞ്ഞത്. ജസ്റ്റ് ഇവിടെ തുടക്കത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആൽഫ റേസിനെ ഗോൾഡ് ഫോയിൽ വഴി കടത്തി വിട്ടിട്ടാണ് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയത്. എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹത്തിന് എന്തൊക്കെയാണ് കിട്ടിയത്? ഈ ഒരു നമ്മുടെ ഒരു ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എവിടെയാണ്? നടുവിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഒരു ആറ്റത്തിൻ്റെ നമ്മളൊരു ആറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജ് നടുവിലാണ് കാണാൻ പറ്റുക. ആ പോസിറ്റീവ് ചാർജ് കാണുന്ന ഭാഗത്തിന് അദ്ദേഹം എന്ത് പേരിട്ടു? ന്യൂക്ലിയസ് എന്ന് പേരിട്ടു. ബാക്കിയുള്ളത് എന്താ പറയുക, ഈ ഒരു പോസിറ്റീവ് ചാർജിനെ ചുറ്റിയിട്ടാണ്, മീൻസ് ന്യൂക്ലിയസിനെ ചുറ്റിയിട്ടാണ് എന്ത് റിവോൾവ് ചെയ്യുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ ഒരു മോഡലിനെ ലൈൻ സ്പെക്ട്രത്തിനെ പറ്റിയിട്ടോ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റീനെ പറ്റിയിട്ടോ ഒന്നും ഒരു പരിധി വരെ എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. ലൈൻ സ്പെക്ട്രത്തിനെ പറ്റി അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. പിന്നെ അതേപോലെ തന്നെ ആറ്റത്തിൻ്റെ എന്താ പറയുക സ്റ്റെബിലിറ്റിയും അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതിനെ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കിയിട്ട് പറഞ്ഞ ഒരാളാണ് ആര്? നീൽ ബോർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഒരു റൂദർഫോർഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. റൂദർഫോർഡിൻ്റെ അതേ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം. എന്താ പറയുക, ഈ റൂദർഫോർഡിൻ്റെ മോഡലിൻ്റെ ഡ്രോബാക്സൊക്കെ മാറ്റാൻ വേണ്ടി അദ്ദേഹം കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പം നമുക്ക് ഇവിടെ ആ പോസ്റ്റ്ലേറ്റ്സ് മാത്രം ഡിസ്കസ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ആ പോസ്റ്റ്ലേറ്റ്സ് ഏതൊക്കെയാണെന്ന് മാത്രം ഒന്ന് പറയാനുണ്ട്. അത് ചോദിച്ച് അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ചോദിക്കാം കാരണം ഏതൊക്കെയാണ് പോസ്റ്റ്ലേറ്റ്സ്. ഇതിൽ മെയിൻലി ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് ക്വസ്റ്റ്യൻസ്, പക്ഷെ നമ്മൾ പറയുമ്പോൾ എല്ലാ പാട്ടും പറയണമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് നീൽ ബോറിൻ്റെ ആറ്റം മോഡൽ വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ റൂദർഫോർഡിന് ശേഷം പ്ലാങ്ക് ക്വാണ്ടം തിയറി വരെ അപ്ലൈ ചെയ്തിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു ബോർ ആറ്റം മോഡൽ. ഓക്കെ, ഇതിന് നോബൽ പ്രൈസൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ നോക്കാം. നമുക്കിതിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന പോസ്റ്റ്ലേറ്റ്സ് നോക്കാം. ഇലക്ട്രോൺ എന്ന് പറയുന്ന സംഭവം ഒരു ഹെവി പോസിറ്റീവ് സെൻട്രൽ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മീൻസ് ഈ ഇലക്ട്രോൺ എങ്ങനെയാണ്, ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സെൻട്രൽ മാസ്. നല്ല എന്താ പറയുക, ആ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന പോർഷൻ ഇതാണ്. ഇലക്ട്രോൺസ് ഇതിന് ചുറ്റുമായിട്ട് ഒരു സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ സർക്കുലർ പാത്ത്. ഈ സർക്കുലർ പാത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കുലർ പാത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു ഫിക്സഡ് റേഡിയസും ഉണ്ട്, അതേപോലെ തന്നെ അതിനൊരു ഫിക്സഡ് എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇലക്ട്രോൺ ഉള്ളതെങ്കിൽ അതിനെന്തുണ്ട്? ഒരു ഫിക്സഡ് റേഡിയസും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഫിക്സഡ് എനർജി ഉണ്ട്. ഇനി ഇതിലേക്ക് മാറുക, ഈ ഒരു ഓർബിറ്റിലേക്ക് മീൻസ് ഈ ഒരു ഇതിലേക്ക് മാറുകയാണെങ്കിൽ, ഈ ഒരു സർക്കുലർ പാത്തിലേക്ക് മാറുകയാണെങ്കിൽ അവിടെ എനർജിയും റേഡിയസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഒരു ഇലക്ട്രോൺ കറങ്ങുക, ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺ കറങ്ങുകയാണ്. അതെങ്ങനെയാണ് കറങ്ങുന്നത്? ഒരു സർക്കുലർ പാത്തിലാണ്. അതിന് ഫിക്സഡ് ആയിട്ടുള്ള റേഡിയസും അതേപോലെ തന്നെ എനർജി ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ കറങ്ങുന്ന ഈ ഒരു സർക്കുലർ പാത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ദിസ് സ്റ്റേബിൾ ക്ലോസ്ഡ് പാത്ത് ഓഫ് ഇലക്ട്രോൺസിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലോസ്ഡ് പാത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അതെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഒരു ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കോൺസെൻട്രിക്കലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒരു സർക്കുലർ പാത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓർബിറ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഓക്കെ,
അതാണ് ഫസ്റ്റ് ബോർ മോഡലിലെ ഫസ്റ്റ് പോയിൻ്റ്. അതാണ് ദ ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് എ ഹെവി പോസിറ്റീവ് സെൻട്രൽ ന്യൂക്ലിയസ് വിത്ത് എ ഡെഫിനിറ്റ് വെലോസിറ്റി ഇൻ ഡെഫിനിറ്റ് സർക്കുലർ പാത്ത് ഓഫ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. ദിസ് സ്റ്റേബിൾ ക്ലോസ് പാത്ത് ഫോർ ദ ഇലക്ട്രോൺസ് അറേഞ്ച് കോൺസെൻട്രിക്കലി അറൗണ്ട് ദ ന്യൂക്ലിയസ് ആർ ടേംഡ് ഓർബിറ്റ് ഓർ സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. ഞാൻ ഓരോ പോസ്റ്റ്ലേറ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അത് വായിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഒരു ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം ഈ ഒരു ഇലക്ട്രോൺ ഈ പെർട്ടിക്കുലർ ഓർബിറ്റ് തന്നെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് എനർജി ഗെയിനോ അല്ലെങ്കിൽ എനർജി ലോസോ ഇല്ല. പക്ഷേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് മീൻസ് ഒരേ ഓർബിറ്റിൽ കറങ്ങുന്ന സമയത്ത് അതിൻ്റെ എനർജി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതിന് കാരണം എന്താ? ആ ഓർബിറ്റിന് ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. കാരണം ഇത് ഇങ്ങനെ ഫിക്സഡ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ആ ഓർബിറ്റിന് ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർബിറ്റിനെ എന്ത് വിളിക്കാറുണ്ട്? എനർജി ലെവൽസ് എന്ന് വിളിക്കാറുണ്ട്. എന്താ വിളിക്കുക? എനർജി ലെവൽസ്. ഓക്കെ, ഇനി എന്താ പറയുക, ഇനി ഓർബിറ്റിൽ നമ്മൾ ഇലക്ട്രോൺസ് കാണുന്ന ഓർബിറ്റിലുണ്ടല്ലോ, സെക്കൻഡ് പോയിന്റ് വായിച്ചില്ല അല്ലേ? ആസ് ലോങ് ആസ് ഇലക്ട്രോൺ മൂവ് ഇൻ എനി one particular orbit it does not lose or gain, ഇവിടെ ഓർ കഴിഞ്ഞ് സ്പേസ് വേണം കേട്ടോ, or gain energy, that is while in a particular orbit the energy of revolving electron always remains constant since each orbit is associated with a definite amount of energy. okay, അതിനൊരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉള്ളതുകൊണ്ടാണ്. അപ്പം the orbits are also referred as energy levels. okay, ഇനി ഇലക്ട്രോൺസ് കറങ്ങുന്ന ഓർബിറ്റ് ഉണ്ടല്ലോ, ഏതൊരു ഓർബിറ്റിലാണോ ഇലക്ട്രോൺസ് ഉള്ളത് അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് h/2πൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതാ അടുത്ത പോയിൻ്റാണ്, h/2πൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻറ്റീജർ അതിന് മുന്നേ ആയിട്ട് വരും. ഓക്കെ, ഇതിൽ എച്ച് എന്ന് പറയുന്നത് എന്താണ്? h/2πയിലെ എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക് കോൺസ്റ്റൻറ്റും ഇതാണ് കേട്ടോ. ഇതാ ഈ ഒരു എന്താ പറയുന്നത്, ആംഗുലാർ മൊമെൻറ്റം വുഡ് ബി ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇതിൽ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലാങ്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു വേർഡ്സിൽ നമ്മൾ പറയുക വെച്ചാൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഇസ് ക്വാണ്ടനൈസ്ഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആംഗുലാർ മൊമെൻറ്റം എങ്ങനെ എഴുതാം? MVR മീൻസ് MVR എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് പറയുന്നത്? ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു NH/2π എന്ന് എഴുതാം. N എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. അതേപോലെ H എന്ന് പറയുന്നത് എന്താണ്? പ്ലാങ്ക് കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ M എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസ്സാണ്. പിന്നെ ആരാ? V വെലോസിറ്റി, R ആ ഓർബിറ്റിൻ്റെ റേഡിയസ് എന്തോ. അപ്പം എന്താ പറയുക, ഏത് ഓർബിറ്റിലാണോ ഇലക്ട്രോൺ കറങ്ങുന്നത് അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കും. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിൻറ്റ്. അടുത്ത പോയിൻ്റ് എന്താ പറയുന്നത്? നാലാമത്തെ, an electron has lower energy when it is in an orbit closer to nucleus than when in an orbit further from the nucleus. That is energy increases with increase in the distance from the nucleus. അപ്പം ഒരു ഇലക്ട്രോണിന് കുറഞ്ഞ എനർജി ഉണ്ടാവുക, ഒരു ഇലക്ട്രോണിന് വളരെ കുറവ് എനർജി ഉണ്ടാവുക. അത് ഓർബിറ്റിൻ്റെ എടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓർബിറ്റിന് വളരെ കുറഞ്ഞ എനർജിയാണ് ഉണ്ടാവുക. ഇനി ദൂരേക്ക് പോകും തോറും എന്താവുകയാണ്? എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് എനർജി കൂടുതലായിരിക്കും. ഇനി ഒരു ഓർബിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഈ രണ്ടെണ്ണത്തിനേക്കാളും എനർജി കൂടുതലായിരിക്കും. അങ്ങനെ ദൂരേക്ക് പോകും തോറും എന്താ ചെയ്യുന്നത്? എനർജി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിലെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് ചാടാം. അങ്ങനെ ചാടുന്ന സമയത്ത് അതെന്ത് ചെയ്യണം? ഒരു ക്വാണ്ടം എനർജീനെ എബ്സോർബ് ചെയ്തിട്ട് വേണം അതൊരു ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് ചാടാൻ. അതേപോലെ തന്നെ ഒരു ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലേക്ക് അതിന് തിരിച്ചും വരാം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഇപ്പം എന്താ പറയുക, സംഭവം ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ
ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് പോവുകയാണെങ്കിൽ എനർജീനെ അബ്സോർബ് ചെയ്യണം. ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലേക്ക് വരികയാണെങ്കിൽ എനർജീനെ ഇമിറ്റ് ചെയ്യണം. ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ കേസിൽ നമ്മൾ ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ ഡെൽറ്റ വി ന്യൂ ഇസ് ഈക്വൽ ടു അവിടെ ഉണ്ട് കേട്ടോ, ഡെൽറ്റ ഇ ബൈ എച്ച് എന്നാണ് പറയുന്നത്. ഇതിൽ എച്ച് എന്ന് പറയുന്നത് എന്താണ്? പ്ലാങ്ക് കോൺസ്റ്റൻ്റ് ആട്ടോ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? E2 മൈനസ് E1 ബൈ എച്ച് എന്നും എഴുതാം. ആ ഒരു എനർജി ഡിഫറൻസിനെയാണ് കാണിക്കുന്നത്. മീൻസ് ഇപ്പം ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്കാണ് ചാടുന്നതെങ്കിൽ ആ 2 ഓർബിറ്റിൻ്റെ എനർജി ഡിഫറൻസ് ആണ് ഈ ഡെൽറ്റ ഇ വഴി കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എന്താ പറയുക എക്സ്പ്രഷനെ നമ്മൾ വേറൊരു പേര് വിളിക്കും, ബോർ ഫ്രീക്വൻസി റൂൾ എന്നാണ് ഈ ഒരു എക്സ്പ്രഷനെ വിളിക്കാം. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനൊന്നും ഇവിടെ ഇങ്ങനെ എഴുതി കാണിച്ചു തന്നത്, കറക്റ്റായിട്ട് താഴേക്ക് എഴുതി കാണിച്ചു തന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഓരോ എനർജി ലെവലിന് ഓരോ പേരിട്ടുണ്ട്. 1 ആണെങ്കിൽ കെ ഷെൽ, 2 ആണെങ്കിൽ എം, അതേപോലെ തന്നെ 3 ആണെങ്കിൽ എൽ, 4 ആണെങ്കിൽ എൻ, അങ്ങനെ കുറേ പേര് KLMN എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, അങ്ങനെ കുറേ പേരുകൾ ഇട്ടിട്ടുണ്ട് ഓരോ എനർജി ലെവലിനും. അത്രയാണ് നമുക്ക് ബോർ ആറ്റം മോഡലിൽ പറയാനുള്ളത്. ഇതിലിപ്പം ഈ തിയറീസ് എല്ലാവർക്കും ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബോർ മോഡൽ എങ്ങനെയാണ് ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ആദ്യം ഒരു സ്പെക്ട്രം ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം ആദ്യം പറയുന്നുണ്ട്. ഒരു സോളിഡ് എലമെൻറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്യാഷ്യസ് എലമെൻറ്റ് കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യുക. എങ്ങനെ? ലോ പ്രഷറിലായിരിക്കണം കേട്ടോ. ഒരു ഡിസ്ചാർജ് ട്യൂബിലൂടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഒരു സോളിഡ് എലമെൻറ്റിനെ ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്യാഷ്യസ് എലമെൻറ്റ് കൂടെ എന്താ പറയുക ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. അപ്പോൾ ഒരു ലൈറ്റ് എമിഷൻ നടക്കും. ഓക്കെ, ഈ ലൈറ്റിനെ നമ്മൾ സ്പെക്ട്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് എന്താ പറയുക റിസോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ സീരീസ് ഓഫ് ലൈൻസ് കാണാം. പല വേവ് ലെങ്ത്തിലുള്ള കുറച്ച് സീരീസ് ഓഫ് ലൈൻസ് കാണാം. ആ ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈൻ സ്പെക്ട്രം അല്ലെങ്കിൽ അറ്റോമിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലൈൻ സ്പെക്ട്രം എന്നാണ് വിളിക്കുക. ആറ്റോമിക് സ്പെക്ട്രം എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? അവിടെ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അവിടെ ഒരു ഇലക്ട്രോൺ എക്സൈറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഒരു ഇലക്ട്രോൺ ഹയർ ഓർബിറ്റിലേക്ക് ചാടി ഒന്നെങ്കിൽ ഹയർ ഓർബിറ്റിലേക്ക് ചാടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലോവർ ഓർബിറ്റിലേക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിച്ചത്? അറ്റോമിക് സ്പെക്ട്രം എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്താ പറയുക കുറച്ച് ലൈൻസ് കാണാൻ പറ്റും പല റീജിയനിലായിട്ട്. എന്താ പറയുക ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ പല റീജിയനിലായിട്ട് നമുക്ക് പലതരത്തിലുള്ള ലൈൻസ് കാണാൻ പറ്റും. അതിൽ ആദ്യത്തേതാണ് ലൈമൺ സീരീസ് ഓഫ് ലൈറ്റ്സ്. ഏതാണ്? ലൈമൺ എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് റീജിയനിൽ ഒക്കർ ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലൈമൺ എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണ് വരിക. ബാൽമർ ആണ് എവിടെ കാണാൻ പറ്റുന്നത്? വിസിബിൾ റീജിയൻ, നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു റീജിയനിൽ കാണുന്നത് ബാൽമർ ആണ്. പിന്നെ ഫാഷൻ ബ്രാക്കറ്റ് ഫണ്ട് സീരീസൊക്കെ എവിടെയാണ് വരുന്നത്? ഇൻഫ്രാറെഡ് റീജിയനിലാണ് വരുന്നത്. ഓക്കെ, അത് ആ ഒരു ഹൈഡ്രജൻ്റെ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ആ സീരീസിനെ പറ്റിയിട്ടാട്ടോ പറയുന്നത്. പിന്നെ അപ്പോൾ ഇവിടെ നമുക്ക് വേവ് നമ്പർ കണ്ടുപിടിക്കുക. ഇത് ഫില്ല് ചെയ്യാണ്ട് വെച്ചാൽ എന്താ അറിയോ? നമുക്കിവിടെ എന്ത് വരണം എന്നറിയോ? വേവ് നമ്പർ എന്നുള്ളതിൽ വരേണ്ടത് ന്യൂ ഡാഷ് വരണം. എന്താ പറയുക കീബോർഡ് വെച്ച് അടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വേവ് നമ്പർ വിച്ച് ഇസ് റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്തിന് നമ്മൾ ഏതാ സിമ്പിൾ കൊടുക്കുക? ലാംഡ. അപ്പം ഇപ്പം നമ്മൾ ഈ ഒരു ഏതെങ്കിലും ഒരു ലൈൻ, ഈ ഒരു സീരീസിലെ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാനാണെങ്കിൽ അതിന് വേണ്ടി ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുലേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെഡ്ബർഗ് ഫോർമുല എന്ന് വിളിക്കുന്നത്. എന്താണ്? ഏതെങ്കിലും ഒരു ലൈനിൻ്റെ, ആ ഒരു സീരീസിലെ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ വേവ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു വേവ് നമ്പർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലേനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? റെഡ്ബർഗ് ഫോർമുല. അപ്പോൾ ഇതിൽ ആദ്യത്തെ ബ്രാക്കറ്റിൽ വരേണ്ടത് എന്താണ്? ന്യൂ ആണ്. രണ്ടാമത്തേൽ ലാംഡയാണ്. അപ്പോൾ നമുക്ക് ന്യൂ കണ്ടുപിടിച്ച് നോക്കാം. ന്യൂ ഇസ് ഈക്വൽ ടു
ന്യൂ ചെറുതായിട്ടൊന്ന് ന്യൂ ആണേ. ഓക്കെ, ന്യൂ ഇസ് ഈക്വൽ ടു 1/λ. 1/λ എന്ന് പറയാൻ എന്താ എഴുതാൻ കാരണം? ന്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേവ് നമ്പർ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിന് റെസിപ്രോക്കൽ ആയതുകൊണ്ട് ജസ്റ്റ് 1/λ എന്ന് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഫോർമുല അതാണ് RH ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഓക്കെ, എങ്ങനെയാണ്? ന്യൂ ഇസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഇതിൽ RH അണ്ടർലായിട്ടാട്ടോ എച്ച് എഴുതേണ്ടത്. ഇവിടെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. RH നമ്മൾ എന്താ വിളിക്കുക? റെഡ്ബർഗ് കോൺസ്റ്റൻ്റ് എന്നാണ് വിളിക്കുക. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.097 ഇൻറ്റു 10⁻⁷ മീറ്റർ ഇൻവേഴ്സ് ആണ് കേട്ടോ. എന്താണ്? ഇതാണ് വാല്യൂ 1.097 ഇൻറ്റു 10⁻⁷ മീറ്റർ ഇൻവേഴ്സ് എന്നാണ് എന്തിൻ്റെ വാല്യൂ? റെഡ്ബർഗ് കോൺസ്റ്റൻ്റിൻ്റെ വാല്യൂ. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും N2 എന്തായിരിക്കും? N1 ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, N2 എന്തായിരിക്കും? N1 ഗ്രേറ്റർ ആയിരിക്കും. കാരണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു N2 ഗ്രേറ്റർ ദാൻ N1 ആയിരിക്കും. അതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ സീരീസിന് N1 കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ N2 എന്തായിരിക്കും? വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ ഫോർമുലയിൽ പറഞ്ഞില്ലേ, RH ഇൻറ്റു 1/n1² മൈനസ് 1/n2². N1 എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. N2 വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഇവിടെ അതിന് കാരണം എന്താ? ലൈമൺ സീരീസിന് N1 എപ്പോഴും 1 ആയിരിക്കും. കാരണം ഈ ഒരു ലൈമൺ സീരീസ് എപ്പോഴും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? N1 അയക്കുന്നിടത്തു നിന്നാണ്. അതാ കണ്ടോ, N1 ആവുന്നിടത്തു നിന്നാണ്. ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, ലൈമൺ സീരീസ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അതിന് ഇൻഫിനിറ്റി വരെ പോവാം. ഇലക്ട്രോൺസിന് എന്താ പറയുക, ജമ്പ് ചെയ്ത് ഇൻഫിനിറ്റി വരെ പോവാം. അതുകൊണ്ടാണ് പറയുന്നത് N2 വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ ബാൽമൻ സീരീസിലേക്ക് വരികയാണെങ്കിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്? 2 എന്നാണ്. അതുകൊണ്ട് N1 എപ്പോഴും എന്തായിരിക്കും? 2 ആയിരിക്കും. എന്നിട്ട് അതിന് ഇൻഫിനിറ്റി വരെ പോവാം. ഇനി ഫാഷൻ ആണെങ്കിൽ N1 എപ്പോഴും 3 ആയിരിക്കും. ബ്രാക്കറ്റ് ആണെങ്കിൽ 4 ആയിരിക്കും. ഫണ്ട് ആണെങ്കിൽ 5 ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റെഡ്ബർഗിൻ്റെ ഇപ്പം ഞാൻ ലൈമൺ സീരീസിൻ്റെ ഒന്ന് കാണിച്ചു തരാം. ലൈമൺ സീരീസിനെ നമ്മൾ എഴുതി വെച്ചാൽ എന്താ ഉണ്ടാവുക? വേവ് നമ്പർ ഇസ് ഈക്വൽ ടു RH വാല്യൂ ഞാൻ എഴുതുന്നില്ല. RH ഇൻറ്റു ലൈമൺ ആണെങ്കിൽ അതിൻ്റെ N1 എപ്പോഴും എന്തായിരിക്കും? 1² ആയിരിക്കും. മൈനസ് N2 ഏത് വേണമെങ്കിലും ആവാം. 2 ആവാം, 3 ആവാം, 4 ആവാം. അപ്പോൾ നമുക്കിവിടെ 2² എടുക്കാം. ഓക്കെ, എങ്ങനെയാണ് വരിക? എന്താ പറയുക, ലൈമൺ ആണെങ്കിൽ. ഇതേ നേരം ബാൽമൺ ആണെങ്കിൽ എന്തായി മാറും? ഇവിടെ 2² ആയിട്ട് മാറും. കാരണം N1 എപ്പോഴും എന്തായിരിക്കും? 2² ആയിരിക്കും. അപ്പം N2 2 തന്നെ നിൽക്കാൻ പറ്റില്ല. N2 എന്തായി മാറും? ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 4, അങ്ങനെ ഏതെങ്കിലും ആയിട്ട് മാറും. ഇനി അതേപോലെ ഒന്നും കൂടി ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ കൂടി. ഫാഷൻ സീരീസ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ N1 എപ്പോഴും എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പം ഇതെന്തായിട്ട് മാറും? 4 മുതൽ അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്ത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക? 4 മുതൽ. അപ്പോൾ നെക്സ്റ്റ് ലെവൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഈ ടേബിളിൽ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ലൈമണിൻ്റെ N1 1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ N2 എന്തായിരിക്കും? 2 3 4 അടുത്ത മുതലായിരിക്കും വരിക. ബാൽമർ 2 ആയിരിക്കും. അപ്പോൾ 3 4 5. ഇനി ഫാഷൻ 3 ആയിരിക്കും. അപ്പോൾ 4 5 6 മുതലേ തുടങ്ങുള്ളൂ. ബ്രാക്കറ്റ് 4 ആണെങ്കിൽ 5 6 7. ഇനി 5 ആണെങ്കിൽ 6 7 8. ഓക്കെ, അങ്ങനെയാണ് വരിക. അപ്പോൾ ബോർ തിയറിക്ക് എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. കാരണം എന്താ വെച്ചാൽ ഹൈഡ്രജന് ഒരു സിംഗിൾ ഇലക്ട്രോണേ ഉള്ളൂ. അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ഒരു ക്വാണ്ടം എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് ജമ്പ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രോണെ എമിറ്റ് ചെയ്തിട്ട് അതിനെങ്ങോട്ട് വരാൻ പറ്റും? ലോവർ ലെവൽസിലേക്ക് വരാൻ പറ്റും. പിന്നെ എന്താണ്, ഇങ്ങനെ ജമ്പ് ചെയ്ത് പലതരത്തിലുള്ള ട്രാൻസിഷൻസ് ഒക്കർ ചെയ്യാം. ഇവിടെ ആ ഒരു
ഹൈഡ്രജൻ്റെ ഡിഫറെൻറ്റ് സീരീസ് നമുക്ക് കാണിച്ചിട്ടുണ്ട് ടെക്സ്റ്റിലൊരു ഇമേജായിട്ട്. അത് ഇതേ സംഭവം സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതെന്താ കാണിച്ചതെന്ന് ആരും വിചാരിക്കേണ്ടത്, ഇത് വിസിബിൾ റീജിയൻ്റെ ആ ഒരു ഇത് കാണിച്ചതാണ്. മീൻസ് ഇതിലിത് കണ്ടോ, ഇത് അൾട്രാ വയലറ്റ് ആണ്. ഈ ലൈമൺ സീരീസ് എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് ആണ്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന റീജിയൻ, അത് ബാൽമറിൻ്റെ അടിയിൽ വരുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാഷൻ ബ്രാക്കറ്റ് ഫണ്ടൊക്കെ എന്താണ്, ഇൻഫ്രാറെഡ് ആണ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഇത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പം ആ ഒരു പോയിൻറ്റ്സൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് എന്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഹീലിയത്തിൻ്റെയും ലിത്തിയത്തിൻ്റെയും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു റെഡ്ബർഗിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് ചെയ്യാം. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്തിടാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ എമിറ്റഡ് വെൻ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ എക്സൈറ്റഡ് ടു 5th എനർജി ലെവൽ. ഓൾറെഡി 5th എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതെങ്ങോട്ടാണ് തിരിച്ചു വരുന്നത്, 2ാമത്തെ എനർജി ലെവലിലേക്ക്. അപ്പം അവിടുത്തെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്താണ്, ഏത് പാർട്ടിലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഈ ലൈൻ കാണപ്പെടുന്നത്. അപ്പം ആ ക്വസ്റ്റ്യൻ എന്താണ് ഫോർമുല, R × 1/n1² - 1/n2² ആണ് നമ്മുടെ ഫോർമുല. അത് കൈമിലുണ്ട്. അപ്പം ആദ്യം ഇതിൽ എന്താ ഡിസൈഡ് ചെയ്യേണ്ട കാര്യം, ആരാണ് n1, ആരാണ് n2. അപ്പം 5th ഓർബിറ്റിലേക്ക് പോയി. അപ്പോൾ എക്സൈറ്റഡ് എന്ന് പറയുന്നത് 5ാമത്തതല്ലേ. അപ്പം ഏതാണ് നമ്മളിവിടെ എടുക്കുക, ആരെയാണ് നമ്മളിവിടെ n2 ആയിട്ട് എടുക്കുക, 5 എന്നുള്ളതിനെയാണ് n2 ആയി എടുക്കുക. തിരിച്ച് വരിക എപ്പോഴും അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്കല്ലേ. അതുകൊണ്ട് n1 എന്ന് പറയുന്നത് 2ഉം n2 എന്ന് പറയുന്നത് എന്താണ്, 5ഉമാണ്. ആദ്യം ആ കാര്യം മനസ്സിലാക്കാം. റിട്ടേൺ ചെയ്യുക അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് ആയതുകൊണ്ട് കുറഞ്ഞത് എപ്പോഴും എന്തായിരിക്കും, n1ഉം കൂടിയത് എപ്പോഴും n2 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു കോമൺ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, n2 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ n1. അപ്പം n1നെ നമ്മൾ എന്താക്കി എടുക്കുക, ഏറ്റവും കുറഞ്ഞതും n2നെ കൂടുതലുള്ളതും എടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ആ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടില്ലേ, n2 ഈസ് ഗ്രേറ്റർ ദാൻ n1. അപ്പോൾ ആ ഒരു സംഭവം ഉപയോഗിക്കുക. എന്ത്, n1 സ്മോളായിരിക്കും, n2 വലുതായിരിക്കും. ആ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ ഫോർമുല എന്താ, വേവ് നമ്പറാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ പറയാം. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, വേവ് ലെങ്ത് ആണ്. ഓക്കെ, സോറി, നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, വേവ് ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം വേവ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ വേവ് നമ്പർ ഈസ് ഈക്വൽ ടു RH × 1/n1² - 1/n2². അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, അറിയുന്ന വാല്യൂസൊക്കെ സൈഡിൽ എഴുതി വെക്കണം. അപ്പോൾ നമുക്കറിയാം എന്താണ്, n1 എത്രയാണ്, 2 ആണെന്ന് നമുക്കറിയാം. n2 എത്രയാണ്, 5 ആണെന്ന് അറിയാം. അതേപോലെ തന്നെ റെഡ്ബർഗ് കോൺസ്റ്റൻറ്റും നമുക്കറിയാം. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്രയാണ്, 1.097 × 10⁻⁷ × 1/2² - 1/5². ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഓക്കെ, ആ ആൻസർ ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാനിത് തിരിച്ചും മറിച്ചും ഞാൻ ആ ചെയ്യുന്ന കാൽക്കുലേഷൻ കാണിക്കില്ല, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ആ കാൽക്കുലേഷൻ മൊത്തമായിട്ട് കാണിക്കുന്നില്ല, ഞാൻ ഡയറക്റ്റ് ആൻസർ ചെയ്ത് കേട്ടോ. 2.30 മീൻസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ വലിയ കാൽക്കുലേഷനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 2.304 × 10⁻⁶ മീറ്റർ ഇൻവേഴ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേവ് നമ്പർ എത്രയാണെന്ന് കിട്ടി, 2.304 × 10⁻⁶ മീറ്റർ ഇൻവേഴ്സ് ആണ് കിട്ടി. ഇനി ഇത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ, വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ. അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ലാംഡ = 1/μ അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും, 1/ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്, വേവ് നമ്പർ കിട്ടിയിട്ടുണ്ട്. ലാംഡ = 1/, വേവ് നമ്പറാണ് ഞാൻ പറഞ്ഞത്, തെറ്റിപ്പോയി, 1/, വേവ് നമ്പറാണ്. അപ്പോൾ 1/2.3
304 ഇൻറ്റു 10⁻6 ചെയ്യും. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ വഴി ചെയ്ത ആൻസർ കിട്ടും 4.340 ഇൻറ്റു 10⁻⁻7 മീറ്റർ ആണ് എന്ത് വേവ് ലെങ്ത്ത്. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അതാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഡസ് ദ ലൈൻ ലൈ. അത് നമുക്ക് ഈ ഒരു എന്താ പറയുക നമ്മളെ ഇതിൽ തന്നെ മനസ്സിലായില്ലേ, സെക്കൻഡിലേക്കാണ് റിട്ടേൺ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, അത് ഏത് സീരീസാണ്. രണ്ടാമത്തെ N1 2 വരുന്നത് ഏതാണ്, ബാൽമറാണ്. അതുകൊണ്ട് അത് ഏതിലാണ് കാണപ്പെടുന്നത്, ബാൽമറിലാണ് കാണുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഈ ബോർ മോഡലിലെ ലിമിറ്റേഷനും കൂടി പറഞ്ഞ് ഈ വീഡിയോ എൻഡ് ചെയ്യാം. നമ്മൾ ഹൈ റെസൊല്യൂഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം കുറച്ചും കൂടി ഫൈനായിട്ടുള്ള സ്ട്രക്ചർ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റി. അത് ബോർ മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇത് ഇടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ, ബോർ മോഡലിലെ ലിമിറ്റേഷൻ എന്താണെന്ന് ഞാൻ എവിടേക്കോ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നീ ഇതില്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇൻറ്റേർണൽസിൽ നിന്നെങ്കിലും ചോദിച്ച് കാണാനുള്ളൊരു ക്വസ്റ്റ്യനാണ് ലിമിറ്റേഷൻ ഓഫ് ബോർ മോഡൽ. അതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള എലമെൻറ്റ്സ് മീൻസ് കുറച്ചും കൂടി ആറ്റംസ് അല്ലെങ്കിൽ കുറേ കൂടി ഇലക്ട്രോൺസ് കാണുന്ന കോംപ്ലക്സ് ആയതിൻ്റെ ലൈൻ സ്പെക്ട്രം ഒന്നും ബോർ മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ബോണ്ട് ഫോർമേഷൻ, ആറ്റം ബോണ്ട് ഫോർമേഷൻ, അതേപോലെ തന്നെ മോളിക്യൂൾസിൻ്റെ ഷേപ്പിനെ പറ്റിയിട്ടോ ബോർ മോഡലിന് പറയാൻ പറ്റിയിട്ടില്ല. നാലാമത്തെ എന്ന് പറയുന്നത് എന്താ പറയുക, ബോർ പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഓർബിറ്റിലാണ് എന്നാണ്. പക്ഷേ ഡി ബ്രോഗ്ലി കോൺസെപ്റ്റും അതേപോലെ തന്നെ ഹൈസൻബർഗ് അൺസർണിറ്റി പ്രിൻസിപ്പിളും ഇതായിട്ട് എഗ്രി ചെയ്യുന്നില്ല. അപ്പോൾ അതും മീൻസ് ഡെവലപ്മെൻറ്റ് വന്ന സമയത്ത് ഈ ഒരു രണ്ട് കോൺസെപ്റ്റുമായിട്ട് ഈ ഒരു ഓർബിറ്റിൻ്റെ ബോറിൻ്റെ കോൺസെപ്റ്റ് എഗ്രി ചെയ്യുന്നില്ല. അതും ഒരു എന്താ പറയുക ലിമിറ്റേഷനാണ്. അവസാനത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് സീമൺ എഫക്റ്റ് അതേപോലെ തന്നെ സ്റ്റാർക്ക് എഫക്റ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇത്രയാണ് ബോർ മോഡലിൻ്റെ എന്താ പറയുക ലിമിറ്റേഷന്. ഓക്കെ, അപ്പം ഇത് മനസ്സിലായോ ഇല്ലേന്ന് എനിക്ക് കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തരണം. എങ്ങനെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ അല്ലേന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എന്നാൽ തന്നെ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ ക്ലിയർ ആവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കുറേയും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പിന്നെ ഇത്രയും ലിമിറ്റേഷൻസ് വരെ പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ളതാണ് ലിമിറ്റേഷൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നതാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണാറുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ക്വാണ്ടം നമ്പർ, അതേപോലെ തന്നെ ആ ഒരു ഹൈബ്രിഡൈസേഷൻ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, കുറേ ഓഫ് ബ പ്രിൻസിപ്പിൾ, അങ്ങനത്തെ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതൊക്കെ ഇനി ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം അതിന് മുന്നേ ഒക്കെ ആണോ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ബായ്.